എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 259 റേക്കി സീരീസിൽ നോക്കുമ്പം 6ാമത്തെ വീഡിയോ ആണ്. ഇതിലും നമ്മൾ കൂടുതൽ റേക്കിയെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളെ കാണുന്നു. അത് നമ്മൾ കലിയുഗം മാറാൻ പോകുന്നു, സത്യയുഗം പറക്കാൻ പോകുന്നു, കലിമുറ്റി എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചവരെ ഈ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, കലിയൊന്നും മുറ്റിയിട്ടില്ല. പക്ഷേ കളി തുടങ്ങി. പക്ഷേ കലി മുറ്റുന്നു എന്ന് പറയുമ്പം ഈ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഇനിയൊരുത്തനെ അടിച്ച് കൊന്ന് തിന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ദൈവം സഹായിച്ച് നമ്മളിരിക്കുന്ന ഈ പീരീഡിൽ അത്രയും മോശമല്ല. നമ്മൾ അനിമൽസിനെ മറ്റു മൃഗങ്ങളെയൊക്കെ അടിച്ച് കൊല്ലുന്ന തിന്നുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ അടിച്ച് കൊന്ന് തിന്നുന്ന കാലഘട്ടം ഇനിയും വന്നിട്ടില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് കലി മുറ്റിയ ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് വലിയ പ്രളയം ഇതൊക്കെ ഉണ്ടായ പിന്നീടാണ് സത്യയുഗം പറക്കാൻ പോകുന്നത്. ഓക്കെ, ചിലരൊക്കെ പറയുന്നു സത്യയുഗം ഇപ്പോഴേ പറന്നു എന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഒരുപാട് ഫോറിൻ ബുക്സുകളിലെല്ലാം കൂടെ ഇതിനെക്കുറിച്ച് എഴുതുന്നു. അവർ കലിയുഗം സത്യയുഗം എന്ന് പറഞ്ഞില്ലെങ്കിലും അവർക്ക് അവരുടേതായ വേർഡിങ്സ് ഉണ്ട്. അതായത് അവർ പറയുന്നത് ഈ പിസിയൻ വേൾഡിൽ നിന്ന് അക്വാരിയൻ വേൾഡിൽ കൂടെ നമ്മൾ കടന്നു പോകാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മളുടെ കലിയുഗം സത്യയുഗം എന്നൊക്കെ പറയുന്നത് പോലെ അവർ പിസിയൻ വേൾഡിൽ നിന്ന് അക്വാരിയൻ ഏജിലോട്ട് ആ കാലഘട്ടത്തിലോട്ട് കടന്നു പോകാൻ പോവുകയാണ്. അങ്ങനെ ഉള്ളപ്പം ഇപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഒരു സൈഡ് നോക്കിയാൽ ഈ സയൻസ് ആൻഡ് ടെക്നോളജി നോക്കിയാൽ ഇഷ്ടം പോലെ നന്മകൾ, അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡേ ബൈ ഡേ, മിനിറ്റ് ബൈ മിനിറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തന്നെ അതിനെ അത്രയും കാണാനും വായിക്കാനും അതിനെ മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്നില്ല. അതിനു മുമ്പേ അടുത്തത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു വിധത്തിൽ നല്ലതാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരുപാട് അതിനകത്ത് ചീത്തയും ഉണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതുമാത്രമല്ല, ആളുകളുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ട്. ആളുകൾക്ക് വാല്യൂസിന് ഒരു മതിപ്പില്ല. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ അതൊക്കെ അനുസരിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഒരു വാല്യൂ ഇല്ല. അമ്മയുടെ അച്ഛൻ്റെ പുറത്ത് ഒരു മര്യാദയില്ല, സംസാരിക്കുന്നതിൽ ഒരു സ്നേഹമില്ല, ഭയങ്കര മാറ്റർ ഓഫ് ഫാക്റ്റ് എന്നുള്ള പോലെയാണ് ഇക്കാലത്തെ കുട്ടികൾ ജനിക്കുമ്പോഴേ ഇരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും കലിയുഗമെന്ന് അവർ പറഞ്ഞത് എന്ന്. ഇപ്പം മുതിർന്നവർക്കാണെങ്കിലും ഇപ്പോൾ ഒരാളിന് ജോലിക്ക് പോകണമെങ്കിൽ പണ്ടൊക്കെ പാരമ്പര്യമായിട്ട് കുറേ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ മകനെടുത്ത് ചെയ്യും, അവൻ്റെ മകനെടുത്ത് ചെയ്യും. അങ്ങനെ ചിലർക്ക് പുതിയ ജോലികൾ എടുത്താലും ആ ഒരു ജോലി എടുത്താൽ അതിൽ നിലച്ച് നിൽക്കും. ഒരു കമ്പനിയിൽ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്താൽ അവൻ ക്ലർക്കായിട്ട് ഇങ്ങനെ പ്രൊമോഷനായി വന്നാലും ഒരേ കമ്പനിയിൽ അവൻ 30 വർഷം നിൽക്കും, 40 വർഷം നിൽക്കും. ഇക്കാലത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു ജോലിയുടെ കൂടെയുള്ള ഒരു കൂറില്ല. ഓക്കെ, അതുകൊണ്ട് ചാടി പോവുക. ഒരു കമ്പനിയിൽ ജോലി ചെയ്യും ഒരു വർഷം, അടുത്ത കമ്പനിയിൽ അവൻ എന്നെക്കാട്ടിലും എനിക്ക് 10 കിട്ടുന്നുള്ളൂ, അവന് 15 കിട്ടുന്നു, എന്നാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ചാടാം. ഓക്കെ, അവിടെ പോയി നല്ല പേരെടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ വേറൊരു കമ്പനിയിൽ ഇതേ പോസ്റ്റിന് 20,000 കിട്ടുന്നു, എന്നാൽ അതിൽ ചാടാം. അങ്ങനെയൊക്കെ ആളുകൾക്ക് ഒരു സ്നേഹം, കടപ്പാട്, കൂറ് അങ്ങനെ ഒന്നുമില്ലാതെ, അതാണ് വാല്യൂസ് ഇല്ലാതെ പോകുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ മാറുന്നു. അതേപോലെ എല്ലാവർക്കും ഈഗോ, തല നിറച്ചുള്ളത് ഈഗോ ആണ്. ഞാൻ പറഞ്ഞതാ ശരി. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഒരുപാടുണ്ട്. അതായത് ആരും ആരുടെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല.
അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്സിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. ഡൈവേഴ്സുകൾ കൂടുന്നു. ഡൈവേഴ്സ് ആകുമ്പം അത് ഒരാളിന് പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാം, ഇനിയൊരാളിന് അത് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതിനെക്കാട്ടിലും അവരുടെ മക്കളാണ് ഒരുപാട് പ്രയാസപ്പെടുന്നത്. അങ്ങനെ അതേമാതിരി ഹെൽത്ത് കേക്കേ വേണ്ട. എവിടെ തിരിഞ്ഞാലും വലിയ വലിയ മാരക രോഗങ്ങളുടെ പേരാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇതെല്ലാം തന്നെ ദ വേൾഡ് ഈസ് അണ്ടർഗോയിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. അതായത് ഈ ഭൂമി തന്നെ ഒരുപാട് മാറ്റങ്ങളിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതിന് വളരെ ഇതിനു മുകളിൽ ആർക്കും വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ മനസ്സിലും, അത് എൻ്റെ തലമുറയിലുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാനൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയും അപ്പൂപ്പനെ എങ്ങനെ ഞങ്ങളെ വളർത്തു എന്നുള്ളത്, ഇപ്പം എൻ്റെ കൊച്ചുമോള് എങ്ങനെ വളർത്തപ്പെടുന്നു, അവളെങ്ങനെ അവളുടെ അമ്മയും അച്ഛൻ്റെ അടുത്തും സംസാരിക്കുന്നു, ഞാനെങ്ങനെ സംസാരിച്ചു എന്നൊക്കെ കാണുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വ്യത്യാസമാണ്. അതാണ് വാല്യൂസൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത്. അപ്പം ഹെൽത്ത്, വാല്യൂസ്, ജോലി, ബന്ധങ്ങൾ എല്ലാത്തിലും ഒരു താഴോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ആ സമയത്താണ് നമ്മളെ സഹായിക്കാനായിട്ട് ഈ റേക്കി വന്നിരിക്കുന്നത്. ഇത് പണ്ടേ കാലം തൊട്ടേ ഉണ്ട്. ജീസസും ഗൗതമ ബുദ്ധനും എല്ലാം ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ അതിനെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 മില്യൺ ആൾക്കാർക്ക് അധികം ഈ റേക്കി ഹീലിങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ലോകം ഒട്ടുക്കെ നോക്കുമ്പം 1 മില്യണിനും കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് അതിൽ വിശ്വാസമുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനെ കൂടുതലും അവയർനെസ് കൊണ്ടുവരണം. അതിനാണ് ഇതിന് മുമ്പേ 2 വീഡിയോയ്ക്ക് മുമ്പേ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടത്. അതായത് വൈബ്രേഷണൽ മെഡിസിൻ. സോ ഇനിയൊക്കെ എന്തുവാ, ബ്ലഡ് ടെസ്റ്റ്, മോഷൻ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒന്നും വേണ്ട. ആറായിനെ ഫോട്ടോ എടുക്കുക. നോക്കി നമുക്ക് എന്തോ ഡിസീസ് ഇപ്പോൾ ഉണ്ട്, ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരാൻ പോകുന്നു, 5 വർഷത്തിന് പിന്നെ എങ്ങനെ ഇരിക്കും അയാളുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും. ഇനിയുള്ള അതാണ് വൈബ്രേഷണൽ മെഡിസിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അങ്ങനത്തെ ഒരു വലിയ ഒരു പ്രയാസമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് കൂടുതലും നമ്മളെ സഹായകരമാക്കുന്നത്, നമ്മളുടെ ജീവിതത്തിനെ ലഘുവായിട്ടാക്കുന്നതാണ് ഈ റേക്കി ഹീലിംഗ്. ഓക്കെ, ഇപ്പം നമ്മൾ മോഡേൺ ടെക്നോളജിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. മെഡിക്കൽ ഇതിൽ ഏത് രോഗവും കണ്ടുപിടിക്കാനൊക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് എത്ര എക്സ്പെൻസീവാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണം. അപ്പം കാശില്ലാത്തവർക്ക് ക്യാൻസർ വരത്തില്ലെന്ന് വെച്ചാൽ വരുന്നു. അപ്പം അവരെവിടെ പോകും ട്രീറ്റ്മെൻറ്റ്? എല്ലാം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടത് അല്ലേ? ഗവൺമെൻറ് തന്നെ എത്ര ചിലവിടും അവർക്ക് വേണ്ടി? ആലോചിച്ച് നോക്കണം. ലക്ഷങ്ങൾ കണ്ണി കാണാത്തവർക്കും ഇപ്പോൾ ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെ പോകും? അങ്ങനെയാണ് ഇപ്പം നമ്മൾ വലിയ ഒരു പ്രയാസമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് റേക്കി ഫോളോ ചെയ്താൽ എന്താ? ആ ഒരു ചിന്ത വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ റേക്കിയെക്കുറിച്ചും ഒരുപാട് വീഡിയോസ് ഇട്ട് എല്ലാവർക്കും ഇത് എത്തിച്ചേരണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ, അതായത് ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഈ റേക്കിയുടെ പ്ലസ് പോയിൻറ്റ്സ്, അഡ്വാൻറ്റേജസ്, അതുകൊണ്ട് ഉള്ള നന്മകൾ എന്തുവാ എന്ന് നമ്മൾ നോക്കാൻ തുടങ്ങി. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കുറച്ചും കൂടെ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അതായത് റേക്കി എന്ന് പറഞ്ഞാൽ എന്തുവാണോ? ഹീലിങ്ങിന് ഉപയോഗപ്പെടുത്തും. റിലാക്സേഷൻ. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ടെൻഷനാണ്. ജനിച്ച കുഞ്ഞിന് വരെ ടെൻഷനോടെ തന്നെയാണ് അത് ജനിക്കുന്നത്. അപ്പം റിലാക്സേഷൻ, സ്ട്രെസ് റിഡക്ഷൻ, ഇതിന് 3-നുമാണ് റേക്കി ഒരുപാട് നല്ലത്. എന്തൊക്കെയാണ്? റേക്കി കൊണ്ട് ഹീൽ ചെയ്യാം, ക്യാൻസർ വരെ ഹീൽ ചെയ്യാം.
അതായത് ഒരു 3rd സ്റ്റേജ് വരെയൊക്കെ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഹീൽ ചെയ്തെടുക്കാം ഉറപ്പായിട്ടും. 3rd സ്റ്റേജ് ഏത് ലെവലിൽ മുറ്റിയിട്ടുണ്ട് എന്നുള്ളത് വെച്ച് വേണം നമുക്ക് പറയാൻ. 4th സ്റ്റേജിൽ തിരിച്ച് അതിനെ നേരെയാക്കാൻ പറ്റുമോ എന്നുള്ളത് കുറച്ച് സംശയമാണ്. എന്നാലും നമ്മൾക്ക് റേക്കി ഹീലിംഗ് കൊടുക്ക അവരുടെ ഈ വേദന മാറിക്കിട്ടും. ഓക്കെ, ഈ 4th സ്റ്റേജിലൊക്കെ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അവർക്ക് ഈ ഉറക്ക മരുന്ന് കൊടുത്ത് അവരെ ഉറക്കി കിടത്തുന്നത്. ആ വേദന അറിയാതെ മരിക്കട്ടെ എന്ന് വെച്ചാൽ 4th സ്റ്റേജെല്ലാം കഴിഞ്ഞാൽ പിന്നെ മരണം ഒന്നേ ഉള്ളൂ അതിനുള്ള പോംവഴി. അവരെ തിരിച്ച് നോർമൽ സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത്രയും ഡാമേജ് അവിടെ ചെയ്തു പോയി, ആ ഹെൽത്തിൽ അത്രയും ഡാമേജ് ആയിപ്പോയി. അപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ആ 4th സ്റ്റേജിലുള്ള ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൂടെ നമ്മൾ റേക്കി കൊടുക്കുമ്പം അവരുടെ വേദന കുറഞ്ഞു കിട്ടും. അപ്പം നല്ല ഒരു മരണത്തിന് നമുക്ക് സഹായിക്കാൻ പറ്റും. എന്തായാലും മരിക്കുന്നു എന്നുള്ളത് ഉറപ്പായി. അപ്പം കഷ്ടപ്പെട്ട് എപ്പോഴും ഈ മരുന്ന് കഴിച്ച് മയങ്ങിക്കിടന്ന് കോമയിൽ പോയി അങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും സുഖമായിട്ടുള്ള മരണത്തിന് വേണമെങ്കിലും നമുക്ക് സഹായിക്കാം. ഓക്കെ, സോ റേക്കി എന്ന് പറയുന്നത് ഹീലിങ്ങിനാണ്, റിലാക്സേഷനാണ്, അതുമാത്രമല്ല സ്ട്രെസ് റിഡക്ഷനാണ്, സ്ട്രെസ്സ് മാറാൻ. എന്നുവെച്ചാൽ ഈ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വലിയ ഒരു ലിസ്റ്റേ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് എന്താ ഡിസീസ് വരുന്നത്? സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സമയമില്ല, എന്തിനെയോ തേടി നമ്മൾ ഓടുന്നു. ഒരുപാട് പേർക്ക് എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല, അങ്ങനെ കിടന്ന് ഓടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം റേക്കി നമ്മൾ റിസോർട്ട് ചെയ്താൽ അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു നല്ല കാര്യമായിരിക്കും. അപ്പം ഒരുപാട് പ്രോബ്ലംസ്, അതായത് ഫിസിക്കൽ പ്രോബ്ലംസ്, മെൻ്റൽ പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്, ഇതെല്ലാത്തിനെയും മാറ്റാൻ നമുക്ക് റേക്കി പ്രയോജനപ്പെടും. ഓക്കെ, സോ റേക്കി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, റേക്കി ഹീലിംഗ് ചെയ്യുമ്പം അതൊരു നല്ല ഒരു സുഖകരമായ ഒരു അനുഭവമാണ്. എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കണ്ട, സർജറി ചെയ്യണ്ട. ഒരു സർജറിയൊക്കെ ചെയ്താൽ അത് ഉണങ്ങാനും കരിയാനും എത്ര ദിവസം എടുക്കും? അതൊന്നുമില്ല. ഒൺലി തിങ് ഈസ് ഒരു സിറ്റിംഗ് പോയി ഇരിക്കണം. ഒരു സിറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു 45 നിമിഷം തൊട്ട് കുറഞ്ഞത് 45 മിനിറ്റ്സ് 1 അവർ തൊട്ട് 2 hours വരെ ആകും. എന്നുവെച്ചാൽ എടുത്തു പിടി എന്നാ എടുത്തോ അങ്ങനെ പറയുന്ന ഒരു സാധനമല്ല റേക്കി. അത് പ്രപഞ്ചശക്തിയാണ്. അപ്പോൾ പ്രപഞ്ചശക്തിയെ റേക്കി ഹീലർ അവിടുന്ന് ആവാഹിച്ച് അവരുടെ ദേഹം റിസീവായി അവിടുന്ന് പേഷ്യൻറ്റിന് കൊടുക്കണം. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് റേക്കി ഹീലിങ്ങിന് വരുന്നു എന്ന് വെച്ചോണം, അത് അവർക്ക് ഒരു വകയും അറിയണ്ട. പണം അടയ്ക്കാതെ OCയിലൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് ചെയ്താൽ അവർക്ക് പ്രയോജനം കിട്ടത്തില്ല. അത് വേറെ. എന്തായിരുന്നാലും നമ്മൾ ഏത് ചികിത്സയ്ക്കാണെങ്കിലും പണം കൊടുക്കണം. അപ്പോൾ റേക്കി എന്ന് പറയുന്നത് മറ്റേതോടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ സുഖകരമായ ഒരു അനുഭവമാണ്. അനസ്തീസ്യ കൊടുക്കണ്ട, വെട്ടണ്ട, കെട്ടണ്ട, ദിവസം അത് പഴുത്തോ ഉണങ്ങിയോ കരിഞ്ഞോ ഒന്നും നോക്കണ്ട. പക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേക്കി പേഷ്യൻ്റ് പോകുമ്പം അവരെ ഒരു മേശയിൽ കിടത്തും. തുണി പോലും അവർക്ക് മാറേണ്ട കാര്യമില്ല. അതേ ഉടുത്തുകൊണ്ട് വന്ന അതേ തുണിയിൽ കിടക്കാം. എന്നുവെച്ചാൽ എത്ര തുണി ഇടുന്നു, എന്ത് തുണി ഇടുന്നു എന്നുള്ളതും റേക്കിയുടെ ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, സോ തുണി പോലും മാറണ്ട. അവർ ഒരു ടേബിളിൽ കിടന്ന് കണ്ണടച്ച് അവർക്കങ്ങ് ഉറങ്ങാം. അതാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. കണ്ണടച്ച് അവർക്ക് ഉറങ്ങിയാൽ മതി. ഒരു മൈൽഡ് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യും. പിന്നെ ബാക്കി ജോലിയെല്ലാം ഈ റേക്കി ഹീലറുടെ ജോലിയാണ്. റേക്കി ഹീലർ സിമ്പിൾസൊക്കെ ഇട്ട് അവരെ ആശ്വാസപ്പെടുത്തി നല്ല ഉറങ്ങാൻ വയ്ക്കും. വെച്ചാൽ നമ്മൾ ഉറക്കണ്ട, അവരെ ഉറങ്ങിക്കോളും. അതിൽ
നമ്മൾ റേക്കിയുടെ ശക്തിയെ ആവാഹിച്ച് അങ്ങ് കൊടുക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് വരുമ്പം റേക്കി തന്നെത്താനെ ഉള്ളിൽ എന്തൊക്കെ കോളാറുണ്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റും. പക്ഷേ ഒരു സ്ലോ പ്രോസസ്സാണ്. ഇന്ന് അവർ 1 മണിക്കൂർ കിടന്നു, ഇനി നാളെ 1 മണിക്കൂർ കിടന്നു, ഉടനെ ശരിയായി, ഇന്ന് രാവിലെ അഡ്മിറ്റായി, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, വൈകുന്നേരം ഡിസ്ചാർജായി, അങ്ങനെ റേക്കി പറ്റില്ല. ഓരോ സിറ്റിങ്ങിനും കുറഞ്ഞത് 1.5 മണിക്കൂർ ആകും, 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകും. അതുപോലെ ഒരു 10-20 സിറ്റിംഗ് വരണം. വലിയ മാരക രോഗമാണെങ്കിൽ കുറേ മാസങ്ങൾ ചെയ്യണം. പക്ഷേ വേറെ ഗുളിക കഴിക്കണ്ട, മരുന്ന് കഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഉള്ള പോയ്സണസ് കെമിക്കൽസ് എല്ലാം എടുത്തിട്ട് വിഴുങ്ങി കിഡ്നിയെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള പേടിയില്ല. ഇത് ഏറ്റവും സുഖകരമായ സേഫായ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിലെന്തുവാ, ആ റേ അതായത് പ്രപഞ്ചശക്തിയെ നമ്മൾ ആവാഹിച്ച് പേഷ്യൻറ്റിൻ്റെ പുറത്ത് ചെലുത്തുന്നു. അങ്ങനെ അയക്കുമ്പം എന്താകുന്നു, ആ പ്രപഞ്ചശക്തി തന്നെത്താനെ എവിടെ എന്തൊക്കെയാണ് ഈ ദേഹത്ത് കോളാറുകൾ, അസുഖങ്ങൾ, അത് ദേഹരീതിയാണോ മനോരീതിയാണോ ഇമോഷണലാണോ കൊച്ചിലേ ഉള്ള ട്രോമ ആണോ കൊച്ചിലേ നടന്ന കുറേ വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടുള്ള മനസ്സിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളാണോ, എല്ലാം റേക്കി പഠിക്കും. ആ ശക്തിക്ക് അതിന് ഇറ്റ്സ് ഓൺ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിന് ഒരു ബുദ്ധിയുണ്ട്, അതിനൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഇങ്ങനെ ആ പേഷ്യൻറ്റിനെ പഠിച്ച് എവിടെ ആ പേഷ്യൻറ്റിൻ്റെ പ്രാണശക്തിക്ക് ഒരു കോട്ടം തട്ടിയിട്ടുണ്ടോ അവിടൊക്കെ തൻ്റെ എനർജിയെ കൊടുത്ത് പ്രാണശക്തിയെ നേരാക്കും. ഇതാണ് റേക്കി ഹീലിംഗ്. അപ്പം കത്തി വയ്ക്കണ്ട, മുറിക്കണ്ട, ഓപ്പറേഷൻ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. റേക്കി കഴിയുമ്പം ഒരു വേദനയും ഇല്ല, ഒരു പഥ്യവുമില്ല. റേക്കി സിറ്റിംഗ് കഴിയുമ്പം പോകുക. പിന്നെ ഹീലർ വൈകുന്നേരം വരാൻ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം ചെയ്യണം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ചെയ്യണമെങ്കിൽ ചെയ്യണം. ഇല്ല, സാധാരണ രീതിയാണെങ്കിൽ ഒരു 20 സിറ്റിംഗ് എങ്കിലും വേണം. അപ്പം ഒരു ഫസ്റ്റ് 5 സിറ്റിങ്സിൽ പേഷ്യൻറ്റിന് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരു എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 20 സിറ്റിംഗ് കണക്കാക്കി 20 സിറ്റിങ്ങിനും ഉള്ള പേയ്മെൻറ്റ് വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ സിറ്റിങ്ങിൽ ഒന്നും അറിയത്തില്ല, രണ്ടാമത്തെ അറിയത്തില്ല, മൂന്നാമത്തെ അറിയത്തില്ല, ആളുകൾക്ക് ക്ഷമയില്ല. 3 സിറ്റിംഗ് കഴിയുമ്പം ഇതൊന്നും ശരിയാവത്തില്ല, വാ നമുക്ക് മറ്റേ ഹോസ്പിറ്റലിൽ തന്നെ പോകാം, ഞാൻ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നില്ല, ആ ഡോക്ടറാണ് നല്ലത്, ഇത് കളഞ്ഞിട്ട് പോകും. അപ്പം ഏകദേശം എത്ര സിറ്റിംഗ് വേണ്ടി വരും എന്നുള്ളത് റഫായിട്ട് ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വേണം റേക്കി തുടരാൻ. ഓക്കെ, അപ്പം എത്ര പ്രാവശ്യം വരാൻ പറയുന്നു അത്രയും പ്രാവശ്യം പോകണം നമ്മൾ. അതൊന്ന്. പിന്നെ അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ശരിക്കും പറഞ്ഞാൽ തിബത്തിലാണ് ഇത് തുടങ്ങിയത്. ഈ ഹീലിംഗ് തിബത്തിലാണ് തുടങ്ങിയത്. തിബത്തിലെ ആ ബുക്കിൽ കണ്ടാണ് ഡോക്ടർ മിക്കാവൂസി ഒരുപാട് പഠിച്ചെടുത്തത്. പിന്നെ അതിനെ തിരിച്ച് കൊണ്ടുവന്നത് ഡോക്ടർ മിക്കാവൂസി ഇവിടെ ജപ്പാനിൽ. ഓക്കെ, അതൊന്ന്. പിന്നെ ഇതിൽ ഹീലർ പേഷ്യൻറ്റിനെ തൊടേണ്ട കാര്യമേ ഇല്ല, കൈകൊണ്ടാണ് റേക്കി കൊടുക്കുന്നത്. പക്ഷേ ഒരാളിനെ തൊടേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം ഒരാളെ കിടത്തിയിട്ട് മൂലാധാര ചക്രയിലിരുന്ന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും. അപ്പം അതൊക്കെ സെൻസിറ്റീവായിട്ടുള്ള പ്രൈവറ്റ് പാർട്സാണ്, മൂലാധാരം സ്വാധിഷ്ഠാനം എന്നൊക്കെ വരുമ്പോൾ.
അപ്പോഴേ നമുക്ക് അവിടൊക്കെ റേക്കി കൊടുക്കാമെന്നല്ലാതെ കൈവയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പേഷ്യൻറ്റിന് തുണി മാറണ്ട, തുണി കളയണ്ട, നമുക്കും അവരെ തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം തുടക്കം കുറിച്ചാൽ മതി, ബാക്കി റേക്കി നോക്കിയോളൂ. ഓക്കെ, അതാണ് അതിൻ്റെ നന്മ. അപ്പം ഇതൊരു സ്പിരിച്വൽ ഹീലിംഗ് ആണ്. ചക്രാസിനെ ക്ലീൻ ചെയ്യുന്നു, നാഡീസിനെ ക്ലീൻ ചെയ്യുന്നു, അതാണ് അതിൻ്റെ നന്മ. പിന്നെ ഓൺസ് ഈ റേക്കി ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ അതിങ്ങനെ ഒഴുകും. പ്രപഞ്ചത്തിൽ നിന്ന് റേക്കി ഒഴുകിക്കൊണ്ടിരിക്കും. ഒഴുകി ആ പേഷ്യൻറ്റിൻ്റെ ദേഹത്തുള്ള ലൈഫ് ഫോഴ്സ്, അതായത് പ്രാണശക്തി, എവിടെ കുറഞ്ഞിരിക്കുന്നു, എവിടെ അടപ്പുണ്ട്, എവിടെ അഴുക്കുണ്ട്, അതെല്ലാം കുറേശ്ശെ മാറ്റി 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 വരും. അതുകൊണ്ടാണ് ഇതൊരു സ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റേക്കിക്ക് ഒരു ഹയർ ഇൻ്റലിജൻസ് ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ റേക്കി നമ്മളെ ഹീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് റേക്കിയെ ആവാഹിച്ച് വിട്ടാൽ മതി. റേക്കി നീ അവിടെ പോ, ഇവിടെ പോ എന്നൊന്നും അത് ഇവിടെ എന്നൊന്നും നമ്മൾ പറയേണ്ട. ഒരു മെഡിക്കൽ റിസൾട്ടും അവർ റേക്കിക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഒരു 98% നമ്മളുടെ ദേഹത്തുള്ള രോഗങ്ങൾക്ക് കാരണം, നമ്മളുടെ അസുഖത്തിന് കാരണം ഇമോഷൻസാണ്. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ ദേഹത്തോടുന്ന പ്രാണശക്തി നമ്മളുടെ ചിന്തയ്ക്കേറ്റ പോലെ, തോട്ട്സിനേറ്റ പോലെ, മനസ്സിൽ ഉണ്ടാകുന്ന ഫീലിങ്സിനേറ്റ പോലെ അത് മാറും. അതാണ് ഇവിടെ വരുന്ന കുഴപ്പം. അതായത് ഇങ്ങനെ പറയാം, അതായത് നമ്മളുടെ മനസ്സിലുള്ള വികാരങ്ങൾ, ചിന്താഗതി, മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ, ഇത് രണ്ടും നമ്മുടെ പ്രാണശക്തിൻ്റെ ഓട്ടത്തിനെ വളരെയധികം ബാധിക്കും. അപ്പം നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ആളിൻ്റെ പ്രാണശക്തിയെ ബാധിക്കും, പ്രാണ ഓട്ടത്തിനെ തടുക്കും. അതാണ് മാരക രോഗങ്ങളായിട്ട് വരുന്നത്. ഒരു ചെറിയ തലവേദന തൊട്ട്, ഒരു ചെറിയ ജലദോഷം തൊട്ട്, അലർജി, സോറിയാസിസ്, അങ്ങേയറ്റം വലിയ വലിയ ഡിസീസിനെല്ലാം കാരണം മെയിനായിട്ട് ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, വത്സമേ, നമ്മളൊരു ഹോട്ടലിൽ പോന്നു, അവർ പഴയ ഭക്ഷണം ചൂടാക്കി തരുന്നു, അത് കഴിക്കുന്നു, ഫുഡ് പോയ്സൺ ആകുന്നു, വയറ്റിളക്കം, ഛർദിൽ. അത് അപ്പം നമ്മുടെ ലൈഫ് ഫോഴ്സിനെ ആണോ അതിന് കാരണം? നമ്മുടെ തോട്ടാണോ കാരണം? നമ്മുടെ ഫീലിങ്സ് ആണോ കാരണം എന്ന് വെച്ചാൽ അല്ല. അത് വെളിയിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചു, അത് പഴയ ഫുഡ്, അതിനകത്ത് ഓൾറെഡി ഫംഗസും ബാക്ടീരിയയൊക്കെ വളർന്ന് കിടപ്പുണ്ട്. അതിനെ ചൂടാക്കി നല്ല മിനുക്കി കൊണ്ട് തരുമ്പം നമ്മളും എടുത്ത് കഴിക്കുന്നു. അപ്പോൾ അത് വയറ്റിന് ചേരുന്നില്ല. അപ്പോൾ വയറ്റിന് ചേരാത്തപ്പം വയറ്റിൽ കിടക്കുന്ന ആ വിഷാംശം വെളി പോണം. അതുകൊണ്ടാണ് അത് വയറ്റിളക്കമായിട്ടോ ഛർദിലായിട്ടോ വെളി വരുന്നത്. ശകലം പോലും വിഷാംശം വയറ്റിൽ കിടക്കാൻ നമ്മുടെ ദേഹം സമ്മതിക്കില്ല. അതാണ് അത്ര അടിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം അതിന് ലൈഫ് ഫോഴ്സ് എന്ത് ചെയ്തു? അത് ലൈഫ് ഫോഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം. ഈ ഛർദിലിനും വയറ്റിളക്കത്തിനും ഉള്ള കാരണം നമുക്കറിയാം. പക്ഷേ കാരണം അറിയാതെ ഒരുപാട് രോഗങ്ങൾ പതുക്കെ നമ്മളെ ബാധിച്ച് അകത്ത് കയറി വരുന്നുണ്ട്. അപ്പം അതിന് കാരണമാണ് ഈ ഇമോഷണൽ അപ്സെറ്റ്, ഫീലിങ്സ്, ഈ വീട്ടിൽ സ്നേഹമില്ലാത്തത്, വഴക്ക്,
ട്രസ്റ്റ് ഇല്ലാത്തത്, ഒരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാത്തത്, ഒരു മര്യാദ കൊടുക്കാത്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് ഒരുപാട് അസുഖങ്ങളെ കൊണ്ടുവരുന്നു. അതിനൊക്കെ ബെസ്റ്റാണ് ഈ റേക്കിയെ കൊണ്ട് ഹീൽ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഛർദിലും ഇതൊക്കെ ആകുമ്പോഴേ ഡീഹൈഡ്രേഷൻ ആകും, ദേഹത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ നമുക്ക് ORS ഒക്കെ കുടിക്കാം. എന്നിട്ടും തുടർന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന 10-15 പ്രാവശ്യം വയറിളകിയ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, നമുക്ക് ഡ്രിപ്സ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ കാത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പടപടയെന്ന് അതൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വീട്ടിൽ വന്ന പിന്നീട് പേഷ്യൻറ്റിന് ഭയങ്കര ക്ഷീണമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് റേക്കിയും കൂടെ കൊടുക്കുമ്പം അവർ എളുപ്പത്തിൽ റെക്യൂപ്പാകും, എളുപ്പം അവർക്ക് നോർമൽസിയിലോട്ട് വരാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. ഓക്കെ, അപ്പം ഇതൊരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്. നോൺ ഇൻവേസീവ് എന്ന് വെച്ചാൽ ഇതിൽ ഓപ്പറേഷൻ ഒന്നും വേണ്ട, ഒരു മെഡിസിനും എടുക്കണ്ട, നമ്മൾ ദേഹത്തിനെ അറുത്തുമുറിച്ച് നോക്കേണ്ട കാര്യമില്ല. അതൊന്നുമില്ലാതെ നല്ല സുഖകരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്. ഓക്കെ, സോ അത് റേക്കിയെക്കുറിച്ച്. പിന്നെ റേക്കിയെ ആർക്കും മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. റേക്കി എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഹീലിംഗ് ആണ്. അതിനെ ഇപ്പം മന്ത്രവാദം ചെയ്യാം, ബ്ലാക്ക് മാജിക് ചെയ്യാം, അതൊക്കെ ഒന്ന് ഒരാളിന് എതിരായിട്ട് പ്രവർത്തിക്കാം. പക്ഷേ ഈ റേക്കി ആരെക്കൊണ്ടും നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഇത് 100% പോസിറ്റീവ് ഹീലിംഗ് ടെക്നിക്കാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, നാച്ചുറലാണ്, സേഫ് മെത്തേഡാണ്. ഇതൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയതാണ്, സ്പിരിച്വൽ ഹീലിംഗ് ആണ്. പിന്നെ റേക്കി മാസ്റ്റേഴ്സിനും ഒന്നും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റുഡൻറ്റ് MBBSൽ കയറി പഠിക്കുന്നു, 5 വർഷം പഠിക്കുന്നു, പിന്നെ 1 വർഷം ഹൗസ് സർജൻസി, പിന്നെ ഒരു 2 വർഷം PG കോഴ്സിന് എൻട്രൻസ് എക്സാമിന് പഠിക്കുന്നു, പിന്നെ PG എഴുതി കിട്ടുന്നു, പിന്നെ 2 വർഷം PG പഠിക്കുന്നു. ആകെ മൊത്തം മിനിമം 10 വർഷമെങ്കിലും പഠിക്കണം. പഠിക്കാതെ ഒരു ഡോക്ടറും ഇക്കാലത്ത് നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റില്ല. വേറെ ഇവിടെ അങ്ങനെയല്ല, നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ആർക്കൊക്കെ ഹീലറാവാം. അപ്പോൾ എനിക്കും ഹീലറാവാൻ പറ്റുമോ? പറ്റും. ആർക്ക് വേണമെങ്കിലും അറ്റ്യൂൺമെൻ്റ് എടുത്ത് ഹീലറാകാം. ഓൺലി തിങ് ഈസ്, അതായത് നീ പഠിച്ചിട്ടുണ്ടോ, 4ാം ക്ലാസ് പഠിച്ചോ, 10ാം ക്ലാസ് പഠിച്ചോ, ഇംഗ്ലീഷ് അറിയാമോ, ഹിന്ദി അറിയാമോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഒരു ഹീലറാവാൻ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് ഞാൻ കാരണം മറ്റവരുടെ അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഞാൻ ചെയ്യുന്ന വലിയ ഒരു പുണ്യകാര്യം. അപ്പം മറ്റവരെ അവരുടെ പ്രയാസത്തിൽ നിന്ന് മാറ്റി അവരെ സഹായിക്കണം എന്നുള്ള ഒരു നല്ല ചിന്ത ഇരുന്നാൽ മാത്രം മതി. അവർക്ക് റേക്കി പഠിക്കാം, റേക്കിയുടെ അറ്റ്യൂൺമെൻ്റ് എടുക്കാം, റേക്കി ഹീലറും ആകാം. അതിന് വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. ഓക്കെ, സോ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പം നിങ്ങൾക്കൊക്കെ തോന്നും ശരി എനിക്ക് ഹീലറാവണമെന്ന്. അങ്ങനെ നിങ്ങളുടെ ഉൾമനസ്സ് പറയുവാണെങ്കിൽ നിങ്ങൾക്കും ഹീലറാവാം. വേണ്ട എനിക്ക് ഹീലറൊന്നും ആവണ്ട, അറ്റ്ലീസ്റ്റ് എൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടിയാൽ മതിയല്ലോ വത്സമേ. സത്യം തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ ഹീലറിന് പോകേണ്ട കാര്യമില്ല. എല്ലാവരും MBBS പഠിച്ചാൽ പിന്നെ രോഗികളെവിടെ നിന്നാണ്? അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹീലറാവണ്ട. പക്ഷേ നമ്മൾ ഹീലിംഗ് എടുക്കാമോ? സുഖമായിട്ട് എടുക്കാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത്രയ്ക്ക് ഒരു സേഫ് നോൺ ഇൻവേസീവ് മെത്തേഡാണ്. നോൺ ഇൻവേസീവ് വെച്ചാൽ വെട്ടാനും മുറിക്കാനും ഒന്നും പോകണ്ട. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ.